ഞാനിപ്പോ നിക്കണത് മാങ്ങണ്ടി കുഴിച്ചിട്ടിട്ട് 3-ാം വർഷം തുടങ്ങി കായ്ച്ച ചേലമാവിന്റെ അടുത്താണ്. അപ്പൊ ചേലമാവ് വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കും കേട്ടോ. അപ്പൊ കണ്ട നല്ല വലിപ്പമുള്ള മാങ്ങയാണ് ചേലമാവിൻ്റെത്. കണ്ട അത്യാവശ്യം നാരുകളൊന്നും ഇല്ലാത്ത നല്ല മാങ്ങയാണ്. മാങ്ങണ്ടിയൊക്കെ കുറവായിരിക്കുള്ളൂ. നമ്മ ഇതിന്റെ മാങ്ങണ്ടി കുഴിച്ചിട്ടാല് കറക്റ്റ് 3 വർഷം കൊണ്ട് തന്നെ കായ്ച്ചതാണ് നമുക്ക് ഈ മാവ്. ഈ 2 മാവ് നമ്മുടെ ചേലമാവ് തന്നെയാണ് കണ്ട. അപ്പൊ ഇതിൽ ഈ തവണ കുറെ മാങ്ങയൊക്കെ മുകളിലൊക്കെ ഉണ്ടായതൊക്കെ നമ്മ വിളവെടുത്തതാണ് കണ്ട. ഇത് അത്യാവശ്യം നല്ല വലിപ്പമാണ്. ഇതൊന്നും നല്ല വലിപ്പം, നല്ല വലിപ്പത്തിലുള്ള മാങ്ങയാണ് കേട്ടോ. നമ്മുടെ മുകളിൽ കിടക്കണ മാങ്ങയൊക്കെ കണ്ടില്ലേ. അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു മാവ് തന്നെയാണ് ഇത്. പിന്നെ നമുക്ക് ഒരു മാങ്ങയൊക്കെ മതി. നമുക്ക് പൂലിട്ട് കഴിഞ്ഞാല് ഒരു 5 പേർക്കെങ്കിലും കഴിക്കാം. അത്രയും വലിപ്പമുള്ള മാങ്ങകളാണ് ഉണ്ടാവണത്. അപ്പൊ നമുക്ക് നാടൻ മാവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് മാങ്ങണ്ടിയൊക്കെ കുഴിച്ചിട്ട മാവുകൾ എന്ന് വെച്ചാൽ വർഷങ്ങളോളം നിക്കണതാണ്. വലിയ രോഗങ്ങളൊന്നും വരൂല നാടൻ മാവുകൾക്കൊന്നും. അപ്പൊ മാങ്ങയൊക്കെ വിളവെടുത്ത്, അപ്പൊ വിളവെടുപ്പിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീനറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ കണ്ട മാങ്ങ കണ്ടില്ലേ, നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയാണ് കണ്ട. നാരുകളൊന്നുമില്ല, നല്ല ഓറഞ്ച് കളറാണ് കണ്ട. അകത്ത് നമുക്ക് പഴുത്ത് മാവുമ്പോ തന്നെ കിടന്ന് നല്ലോണം പഴുത്ത് കിട്ടണ ഒരു മാങ്ങയാണ്. പുഴൊന്നും ഇല്ലാത്തൊരു, പുഴുക്കേടില്ലാത്തൊരു മാങ്ങയാണ്. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കണ്ട. നല്ല ടേസ്റ്റാണ്, നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ജ്യൂസ് ആക്കാനും ടേസ്റ്റാണ്, വെറുതെ കഴിച്ചാൽ മതി നമുക്ക് ഈ മാങ്ങ. അപ്പൊ എല്ലാവരും ഒരു മാവിന്റെ തയ്യൊക്കെ വെച്ച് പിടിപ്പിക്കണം.